നല്ല ബ്രൈറ്റായിട്ടുള്ള ഓറഞ്ച് കളർ മൂട്ടിച്ചുള്ളിട്ട് കഴിക്കാൻ ഇങ്ങനെ കൊതിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് നല്ല ഫ്രഷ് ക്യാരറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി ഉണ്ടാക്കി കളയാമെന്ന്. ഹായ്, ഐ ആം തസ്ലി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, അപ്പോൾ ഞാൻ ഇന്നൊരു ക്യാരറ്റ് കൊണ്ടൊരു കുഞ്ഞ് ലഡു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഈ കാണിക്കുന്നത്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പാല്, പഞ്ചസാര, ഏലക്കായ പൊടിച്ചത്, നെയ്യ്, നട്ട്സ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, 2 ക്യാരറ്റ് എടുത്തിട്ടുള്ളത്, അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ദെൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ നെയ്യ് കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെയ്യിൽ കിടന്നിട്ടൊന്ന് വെന്തതിന് ശേഷം ഞാനിവിടെ ഒരു 6 to 7 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. മധുരം നല്ല വേണമെന്നുള്ളവർ കുറച്ചും കൂടി ഇടുക. അപ്പോൾ ഇങ്ങനെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊന്തി പൊന്തി കാണുന്നുണ്ട്. ആ സ്റ്റേജും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ പാലൊരു 3/4 ഗ്ലാസ് ഇതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3/4 ഗ്ലാസ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ആ പാലിൽ കിടന്നിട്ടൊന്ന് ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കുറുകി ആ പാലിൻ്റെ ഇതൊക്കെ വറ്റണം. അത് ആ സ്റ്റേജും കൂടി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഏലക്കായ പൊടിച്ചതിട്ടുണ്ട്. നട്ട്സ് ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാൻ തേങ്ങ ഇട്ടെന്നുള്ളൂ. സോ ഈ തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ കൂടുതൽ വേവിക്കരുത്. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാറാൻ വെക്കുക. അങ്ങനെ നമ്മളുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമ്മളൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ലഡു ആക്കാം. കയ്യിൽ ഓരോ ഉരുളകൾ ഓരോന്നോരോന്നായി എടുത്തിട്ട് നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ട് റൗണ്ട് ഷേപ്പിൽ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് ലഡു റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.